Okay. 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 Today we are going to study Mark chapter 4, verses 33 to 41. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 33 മുതൽ 41 വരെയുള്ള ഭാഗമാണ് നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച നാം മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് നാം വിതയ്ക്കുവാൻ പുറപ്പെടുന്ന ഒരുവന്റെ കഥ, ആ വിതയുടെ കഥ, അല്ലെങ്കിൽ ആ വിതച്ചത് എവിടെയൊക്കെ വീണു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. അതിന്റെ അർത്ഥം യേശുക്രിസ്തു പറയുന്നതാണ് ബാക്കി ചില വാക്യങ്ങളിലുള്ളത്. അടുത്തതായിട്ട് നമുക്ക് മെയിനായിട്ട് ആ കാര്യങ്ങളിൽ നിന്ന് ചിന്തിക്കേണ്ടത് 33 മുതൽ 41 വരെയുള്ള ഭാഗമാണ്. 33 മുതൽ 41 വരെ, അവസാനം വരെ. ആരെങ്കിലും അത് ഒന്ന് ഇംഗ്ലീഷിലോ മലയാളത്തിലോ വായിച്ചാൽ നന്നായിരിക്കും. മാർക്ക് 4:33 to 41. ബൈബിള് തുറന്നവര് മർക്കോസ്. അവൻ ഇങ്ങനെ പല ഉപമകളാൽ അവർക്ക് കേൾപ്പാൻ കഴിയും പോലെ അവരോട് വചനം പറഞ്ഞു പോന്നു. ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞതുമില്ല. തനിച്ചിരിക്കുമ്പോൾ അവൻ ശിഷ്യന്മാരോട് സകലവും വ്യാഖ്യാനിക്കും. അന്ന് സന്ധ്യ ആയപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്നപാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറു പടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി. പടകിൽ തിര തള്ളി കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരം ഇല്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കൾ ആകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം ഇല്ലയോ എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. Verse 41 said, and they feared exceedingly and said one to another, what manner of man is this, that even the wind and the sea obey him? അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. രണ്ട് വാക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ സന്നിധാനം ചേർന്ന് വരുവാൻ ദൈവം സഹായിച്ചല്ലോ. കഴിഞ്ഞ 10 ക്ലാസ്സുകളിലും കർത്താവിന്റെ സാന്നിധ്യവും കൃപയും കൂടെ ഉണ്ടായിരുന്നു. അടിയങ്ങളെ സഹായിച്ചു. തിരുവചനം കർത്താവെ ഞങ്ങൾക്ക് വളരെ എളിയ രീതിയിൽ പഠിക്കുവാനുള്ള ഒരവസരം ഇങ്ങനെ ഈ സൂമിൽ കൂടെ ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന കർത്താവ്, ദേശത്തിന്റെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് ഇന്ന് അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന പ്രിയ ദൈവമക്കൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ ഓരോരുത്തരെയും കർത്താവ് ഓർക്കെ അനുഗ്രഹിക്കുകയും ചെയ്തിട്ട് അല്പസമയം തിരുവചനത്തിന് മുൻപിൽ ഇരിക്കുന്നത് ഞങ്ങൾക്ക് കർത്താവ് ഏറ്റവും പ്രയോജനമായി തീരുവാൻ, എല്ലാത്തിലും ഉപരി അവിടുത്തെ നാമം അതിൽ കൂടെ മഹത്വപ്പെടുവാൻ ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടേതിനായിട്ട് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ആമേൻ. നാം കഴിഞ്ഞ 10 ക്ലാസ്സുകളിൽ മർക്കോസിന്റെ സുവിശേഷം നമ്മൾ 4 അധ്യായങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 4-ാമത്തെ അധ്യായത്തിലേക്ക് നാം എത്തി. പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രം നാം എടുത്താണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ആത്മീയ ജീവിതത്തിന്, എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിന് അത് ഉപയുക്തം ആകണം എന്നുള്ള ചിന്തയിലും പ്രാർത്ഥനയിലുമാണ് ഇങ്ങനെ എളിയ രീതിയിൽ അത് നാം തുടങ്ങി വെച്ചിരിക്കുന്നത്. വിശേഷാൽ അതിന് ഈ ക്ലാസ് തുടങ്ങുവാൻ കാരണമായി തീർന്ന അനീഷ്, കാനഡയിലുള്ള അനീഷിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം അനീഷിന്റെ ഒരു റിക്വസ്റ്റിലാണ് നമ്മൾ ഇത് തുടങ്ങുവാൻ കാരണമായത്. കാരണം വചനം എളിയ രീതിയിൽ പഠിക്കുവാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനൊരു ക്ലാസ് എടുക്കണമെന്നുള്ളതായ ചിന്ത വന്നതുകൊണ്ടാണ് താൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ആദ്യത്തെ ഒരു റിക്വസ്റ്റ് ആയിരുന്നത്. അങ്ങനെ ദൈവം സഹായിച്ചാണ് നാം കഴിഞ്ഞ 11 ആഴ്ചകൾ അത് പഠിക്കുവാൻ തക്കവണ്ണം ഇടയായത്. അതിനിടയ്ക്ക് തന്നെയാണല്ലോ നാം ഒരു സുവിശേഷത്തിന്റെ ഒരു ക്ലാസ് തമ്പിയുടെ ഹൃദയം മാൻ സേർട്ടിൽ കൂടി എടുത്തിട്ട്
പ്രിയ സുജിത്തും കർത്താവിനെ വിശ്വസിപ്പാൻ ഇടയായി. എല്ലാം ദൈവം ചെയ്യുന്ന നന്മകളാണ്. നമ്മളാരും ഒന്നുമില്ല, കർത്താവിൻ്റെ കൃപയാണ് ഓരോന്നും എന്ന് ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. 33-ാം വാക്യത്തെ 33-34 വാക്യങ്ങൾ നാം വായിച്ചത്. ആൻഡ് വിത്ത് മെനി സച്ച് പാരബിൾസ്, ഞാൻ അല്പം ഇംഗ്ലീഷും കൂടെ, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, മലയാളം അറിയാത്തവർക്ക് വേണ്ടി അല്പം ഇംഗ്ലീഷോടെ മിക്സ് ചെയ്ത് ഞാൻ പറയുന്നത്. ആൻഡ് വിത്ത് മെനി സച്ച് പാരബിൾസ് spoke he the word unto them, as they were able to hear it. But without a parable spoke he not unto them, and when they were alone, he expounded all things to his disciples, മലയാളത്തിൽ നാം വായിച്ചത്, അവൻ ഇങ്ങനെ പല ഉപമകളാൽ അവർക്ക് കേൾപ്പാൻ കഴിയും പോലെ അവരോട് വചനം പറഞ്ഞു പോന്നു. ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞതുമില്ല. തനിച്ചിരിക്കുമ്പോൾ അവൻ ശിഷ്യന്മാരോട് സകലവും വ്യാഖ്യാനിക്കും. The parables were for the crowd. പൊതുജനങ്ങൾക്ക്, കൂടി വരുന്ന പുരുഷാരത്തിനു വേണ്ടി യേശുക്രിസ്തു ദൈവവചനം ഉപമകളിൽ കൂടെ അവർക്ക് നൽകി കൊടുത്തു. ഉപമകളിൽ കൂടെ നടക്കുമ്പോൾ ഈ സ്പോക്കൻ വേസ് ഓർഡിനറി പീപ്പിൾ കുഡ് ഗ്രാസ്പ്, അല്ലെ, സാധാരണക്കാരുടെ ബുദ്ധിയിൽ അവർക്ക് മനസ്സിലാകത്തക്ക വിധത്തിലാണ് കർത്താവ് അവരെ പഠിപ്പിക്കുവാൻ ശ്രമിച്ചത്. നാമും പലപ്പോഴും വലിയ മനസ്സിലാകാത്ത ഭാഷയിൽ, സാഹിത്യ ഭാഷയിൽ, ഗഹനമായ ലിറ്ററേച്ചറൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചിലപ്പോൾ സാധാരണക്കാരോട് സംസാരിച്ചാൽ അവർക്കൊന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ എളിയ രീതിയിൽ കാര്യങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട്, ചുറ്റുപാടുകളെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അത് കാണിച്ചു കൊടുത്ത് പറയുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ വിൽ ബി സൂപ്പർ, അല്ലേ? എല്ലാവർക്കും മനസ്സിലാകത്തക്കവണ്ണം. ഒരു പ്രാസംഗികനായാൽ പോലും ദൈവവചനം പ്രസംഗിക്കുന്ന സമയത്ത് വലിയ അലങ്കാര ഭാഷയിൽ, ലിറ്ററേച്ചർ, സാഹിത്യമൊക്കെ ഉപയോഗിച്ചൊക്കെ പൊട്ടാത്ത ഭാഷയിൽ പറഞ്ഞു പോകാം. പക്ഷെങ്കിൽ എത്ര പേരുടെ ഹൃദയത്തിലേക്ക് അത് കടന്നു ചെല്ലുന്നു എന്ന് അവർ ഓർക്കാറില്ല. എന്നാൽ എളിയ രീതിയിൽ ജനത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ നമുക്ക് കർത്താവ് എങ്ങനെ വചനം നൽകണമെന്നാണ് കർത്താവ് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് ഉപമകളിൽ കൂടെ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, അത് സാധാരണ നിലയിൽ വിത്ത് വിതപ്പാൻ പുറപ്പെട്ടു. അപ്പോൾ കർഷകരായ മനുഷ്യർക്ക്, മുക്കുവരായ മനുഷ്യർക്ക്, മത്സ്യം പിടിക്കുന്ന എക്സാമ്പിൾസ് എല്ലാം, വെള്ളം കോരാമെന്ന സ്ത്രീയോട് വെള്ളത്തിന്റെ കാര്യത്തില്, അപ്പം ഇതെല്ലാം അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് അവർ സംസാരിക്കുന്നത്. നമ്മൾ ആരോടെങ്കിലും ഒരു സുവിശേഷം പറയുവാൻ താല്പര്യപ്പെടുമ്പോൾ, കർത്താവിന്റെ വചനം നമ്മൾ പറയുവാൻ ശ്രമിക്കുമ്പോൾ അത് പ്രത്യേകം ഓർക്കേണ്ടത് ആവശ്യമാണ്. എന്ത് അവർക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ. അപ്പോൾ ആനുകാലിക കാര്യങ്ങളെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് അവരോട് സുവിശേഷം തുടങ്ങുവാൻ, അല്ലെങ്കിൽ വചനം പറയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്ന വിഷയമാണ്. അപ്പോൾ ഈ പാരബിൾസ്, ആ പുരുഷാരത്തിന് നൽകിക്കൊടുത്ത ആ ഉപമകൾ ആ സാധാരണക്കാരായ മനുഷ്യർക്ക് മനസ്സിലാകത്തക്ക വിധത്തിലാണ് യേശു അവർക്ക് അവതരിപ്പിച്ചു കൊടുത്തത് എന്നുള്ളത്. എന്നാൽ അതോടൊപ്പം എന്താണ് പറയുന്നത്? തനിച്ചിരിക്കുമ്പോൾ അവൻ ശിഷ്യന്മാരോട് സകലവും വ്യാഖ്യാനിക്കും. ദാറ്റ് ഷോസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡീപ്പർ സ്റ്റഡി ആൻഡ് ഇന്റിമസി വിത്ത് ക്രൈസ്റ്റ്. അപ്പോൾ കർത്താവ് പറഞ്ഞ ആ എളിയ വാക്കുകൾ, ആ എളിയ ഉദാഹരണം, അതെങ്ങനെ എത്ര ഗഹനമാണെന്നുള്ളത് യേശുവുമായിട്ട് ഒരുമിച്ചിരുന്ന് നാം പഠിക്കുമ്പോൾ, ആ ശിഷ്യത്വത്തിൽ കൂടെ ഒരു ശിഷ്യത്വത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അത് മനസ്സിലാകുമെന്നുള്ളതാണ്. നല്ല ശമരിക്കാരന്റെ കഥ, അതൊരു കഥയായിട്ട് പലർക്കും കേൾക്കാം, എല്ലാവർക്കും ഇഷ്ടമാണ്, അല്ലെ? അത് സാധാരണക്കാരും നോൺ ക്രിസ്ത്യൻസിനും ഏറ്റവും ഇഷ്ടമുള്ള ഒരു കഥയാണ് നല്ല ശമരിക്കാരന്റെ കഥ. അവർക്കൊക്കെ അതിൽ നിന്ന് വലിയൊരു പ്രിൻസിപ്പിൾ മനസ്സിലാകത്തക്കവണ്ണം അത് പറയും. എന്നാൽ ദൈവമക്കളാകുന്ന നമുക്ക് അതിന്റെ ആന്തരിക അർത്ഥം, എങ്ങനെ ഇടപെടണം, ആ നല്ല ശമരിക്കാരൻ ആരാണ്, എന്റെയും നിങ്ങളുടെയും ആ കർത്താവിനെ പ്രതിനിധീകരിച്ച് ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ആയിരിക്കുന്നു എന്നൊക്കെ ഉള്ളതായ ഗഹനമായ കാര്യങ്ങൾ പിന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ പ്രൈവറ്റ് എക്സ്പ്ലനേഷൻ വാസ് ഫോർ ദ ഡിസൈപ്പിൾസ്. എന്നാൽ യേശുക്രിസ്തുവുമായിട്ട് ചേർന്നിരിക്കുമ്പോൾ യേശുക്രിസ്തു അവർക്കത് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ അതിന്റെ അർത്ഥം, ഫെയ്ത്ത് ഗ്രോസ് when we move from hearing stories to seeking understanding. അതായത് നാം ഒരു കഥ കേട്ടു പോവുകയല്ല, അത് എത്ര ഗഹനമായിട്ട് നാം അതിനെപ്പറ്റി ചിന്തിച്ച് അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യം ഉള്ളത് എന്നുള്ളതാണ്.
faith grows when we move from hearing stories unto seeking understanding. അതായത് വിശ്വാസം നമ്മുടെ വർദ്ധിക്കുന്നത് ആ ഒരു കഥ കേൾക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ വിശ്വാസം ചെറുതായിട്ട് വരാം. പക്ഷെങ്കിൽ ആ വിശ്വാസം വർദ്ധിക്കുന്നത് അത് എത്രമാത്രം ഗഹനമാണ്, ആ വിഷയം എന്താണെന്നുള്ളത് നാം നമ്മുടെ മനസ്സിൽ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് എന്നുള്ളതാണ്. നമുക്ക് മുൻപോട്ട് പോകാം. അതിന്റെ 35 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ, അപ്പോൾ ഉദാഹരണമായിട്ട് യേശു വിതപ്പാൻ പുറപ്പെട്ട കാര്യം, അല്ലെ വിതയ്ക്കുന്നവന്റെ ആ കഥ, 100, 60, 30 മേനിയൊക്കെ വിളയുവാൻ തക്കവണ്ണം എങ്ങനെ നമുക്ക് അത് വിതയ്ക്കാം, ഏത് നിലം നോക്കി വിതയ്ക്കണം. ഒരു പക്ഷെങ്കിൽ നാം വിതയ്ക്കുമ്പോൾ എല്ലായിടത്തും വീഴും, അത് മുള്ളിനിടയിലും വീഴും, അത് നമുക്ക് ചെറുക്കുവാൻ സാധ്യമല്ല. അപ്പോൾ പാറപ്പുറത്തും വീഴും, മുള്ളിനിടയിൽ വീഴും, വഴിയോരത്ത് വീഴും. പക്ഷെ നല്ല നിലത്ത് വീണ വിത്ത് അത് കിളിച്ച് 30, 60, 100 മേന് ഫലം വിളയുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ദൈവ വചനം എങ്ങനെ ക്രിയ ചെയ്യുന്നു, എങ്ങനെ അത് ഫലവത്തായി തീരുവാൻ കാരണമായി തീരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തെ ഒരുക്കിയിടണം. ആ നിലം ഏറ്റവും ഭംഗിയായിരിക്കണം, അത് വളമിട്ട് അതിനെ പോഷിപ്പിക്കത്തക്കവണ്ണം, ആ കിളിച്ചു വരുന്ന ചെടിയെ പോഷിപ്പിക്കത്തക്കവണ്ണമുള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഒരുക്കി കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിന് ഒരുമ്പെടണം, ഞാൻ അതിന് മനസ്സ് വെക്കണം. ഞാൻ ദൈവാത്മ പ്രേരിതരായിട്ട് പരിശുദ്ധാത്മ സഹായത്തോടെ നാം ആ കർത്താവിന്റെ വചനം കേൾക്കുന്നത്, അത് ആര് പറഞ്ഞാലും, പറയുന്നവരിലല്ല അതിന്റെ പ്രാധാന്യം. ആര് പറഞ്ഞാലും അഥവാ നമ്മൾ വായിച്ചാലും ആരെങ്കിലും നമ്മോട് കേൾപ്പിച്ചാലും അതെല്ലാം നമ്മുടെ ആത്മീയ അനുഗ്രഹത്തിന് കാരണമായി തീരണമെന്നാണ് കർത്താവ് നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. അതിന്റെ അടുത്ത ഭാഗത്തേക്ക് നാം കയറുമ്പോൾ 35 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ, അന്ന് സന്ധ്യ ആയപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു. നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറു പടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. വലിയൊരു സംഭവമാണ് ഇത് നടക്കുവാൻ പോകുന്നത്. അപ്പോൾ നല്ല കഥയൊക്കെ പറഞ്ഞ് വിത്ത് വിതയ്ക്കുന്നവന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശിഷ്യന്മാർ പേഴ്സണലി ചോദിച്ച് അതിന്റെ അർത്ഥം എന്തായിരുന്നു. യേശു സമയമെടുത്ത് അതിനെപ്പറ്റിയൊക്കെ വിശദീകരിച്ച് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് സന്ധ്യ ആയപ്പോൾ പെട്ടെന്ന് യേശു പറയുകയാണ്, നാം അക്കരയ്ക്ക് പോകാം. സാധാരണ സന്ധ്യ ആകുമ്പോൾ യേശു ക്രിസ്തു മറ്റു പല രംഗങ്ങളിലും നാം കാണുന്നത് യേശു ക്രിസ്തു മലമേൽ പോകുന്നു. രാത്രികാലം മലമുകളിൽ താൻ സ്പെൻഡ് ചെയ്യുന്നു. ദൈവവുമായിട്ട്, പിതാവുമായിട്ടുള്ള വലിയ സംസർഗം യേശു കർത്താവ് അനുഭവിക്കുന്നു. അവന്റെ എല്ലാ കാര്യങ്ങളും വരുവാൻ പോകുന്ന തൻ്റെ ആ വലിയൊരു ദൗത്യത്തിന്റെ അതെങ്ങനെ ഫലവത്തായി തീരണം, അതിനുള്ള കൃപ യേശു കർത്താവിനും. കാരണം യേശു കർത്താവ് പൂർണ്ണ ദൈവമായിരിക്കുമ്പോൾ തന്നെ പൂർണ്ണ മനുഷ്യനുമാണ്. അപ്പോൾ താൻ അനുഭവിക്കാൻ പോകുന്ന വേദന, പ്രയാസങ്ങൾ, മറ്റുള്ളവരുമായിട്ടുള്ളതായ ആ സംസർഗത്തിലുള്ള കാര്യം എല്ലാം ദൈവവുമായിട്ട്, പിതാവുമായിട്ട് പങ്കിടുന്ന ഒരു യേശുവാണ്. അപ്പോൾ എപ്പോഴും മലമുകളിൽ കയറി പോകുന്ന ഒരു യേശുവിനെയാണ് നാം കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഈ പ്രാവശ്യം യേശു ശിഷ്യന്മാരോട് പറയുന്നത് നാം അക്കരയ്ക്ക് പോകാം എന്ന് അവനോട്. And the same day when the even was come, he says unto them, let us pass over unto the other side. And when they had sent away the multitude, they took him even as he was in the ship. And there were also with him other little ships. And there arose a great storm of wind, and the waves beat into the ship, so that it was now full. വലിയ പ്രശ്നത്തിലും പ്രതിസന്ധിയിലും കടന്നു പോകത്തക്കവണ്ണം ഇതാ ഒരു യാത്ര അവർ ചെയ്യുകയാണ്, അല്ലെ? 35-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, ദാറ്റ് ഡേ വെൻ ഈവനിങ് കെയിം, സന്ധ്യ ആയപ്പോൾ കർത്താവ് പറയുന്നതാണ്. അപ്പോൾ ജീസസ് ഇനിഷ്യേറ്റ്സ് ദ ജേണി, അല്ലെ? ആ യാത്രയ്ക്ക് തുടക്കമിടുന്നത് അല്ലെങ്കിൽ യാത്ര പ്രോത്സാഹിപ്പിക്കുന്നത് യേശുവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ലെറ്റ് us ഗോ ഓവർ ടു ദ അതർ സൈഡ്, അക്കരയ്ക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം യേശുവാണ് അവരെ ആഹ്വാനം ചെയ്യുന്നത്. അവർ തന്നെ പോകുവാൻ അവർ പ്ലാൻ ഇട്ടില്ല, അവർക്കതിന് ആഗ്രഹവുമില്ലായിരുന്നു. ഒരു പക്ഷെങ്കിൽ ദിവസം മുഴുവൻ യേശുവിനോടൊപ്പം ചെലവഴിച്ചതിന് ശേഷം ക്ഷീണിച്ച് അവശരായി വിശ്രമിപ്പാൻ ആഗ്രഹിച്ച ഒരു ജനമായിരിക്കും ഈ ശിഷ്യന്മാർ. എന്നാൽ യേശു ഇനിഷ്യേറ്റ്സ്, അല്ലെ? അവർ അക്കരയ്ക്ക് പോകുവാൻ തക്കവണ്ണം യേശു അവരെ പ്രേരിപ്പിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ, അവർ ഡയറക്ഷൻ ഇൻ ലൈഫ് ഈസ് സെറ്റ് ബൈ ഹിസ് വേർഡ്, നോട്ട് ബൈ സർക്കംസ്റ്റാൻസസ്.
നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ പരിതസ്ഥിതികൾ ഒക്കെ ഒരു പക്ഷെങ്കിൽ എതിരായിരിക്കാം, വിപരീതമായിരിക്കാം. നാം റെസ്റ്റ് എടുക്കേണ്ട സമയമായിരിക്കാം, അല്ലെങ്കിൽ നാം ജോലിക്ക് ബിസി ആയിരിക്കുന്ന സമയമായിരിക്കാം. കുടുംബ പ്രശ്നങ്ങൾ, പ്രാരാബ്ദങ്ങൾ, നമ്മുടെ ചുറ്റുമുള്ള എതിർപ്പുകൾ ഒക്കെ, പരിതസ്ഥിതികളെ ഒക്കെ നമുക്ക് നോക്കുമ്പോൾ അനുകൂലമല്ലാത്ത ഒരു സാഹചര്യമായിരിക്കാം. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പുകളും, ഓരോ ഡയറക്ഷനും അത് കർത്താവിന്റെ വചനത്താൽ, കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കിനാൽ ആയിരിക്കണമെന്നാണ് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ശിഷ്യന്മാർക്ക് ചോയ്സ് ഇല്ലായിരുന്നു. ശിഷ്യന്മാർ കടന്നു പോകണമെന്ന് യേശു കർത്താവ് ആഗ്രഹിച്ചു. ആൻഡ് ദേ ഒബെയ്ഡ്. അത് അവർ അനുസരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. സോ ഹിസ് കമാൻഡ് ഗ്യാരണ്ടീസ് അറൈവൽ. അപ്പോൾ അക്കരെ എത്തിക്കാമെന്നുള്ള ഒരു വലിയ ഗ്യാരണ്ടി കർത്താവ് നൽകുന്നില്ലെങ്കിൽ കർത്താവ് അവിടെ പോകുവാൻ പറയത്തില്ല. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിൽ നാം ഒരു യാത്ര തുടങ്ങുവാൻ ആഗ്രഹിക്കുമ്പോൾ, നോർമൽ ലോകത്തിലെ യാത്ര അല്ല ഞാൻ പറയുന്നത്, ഒരു ആത്മീയ യാത്ര നാം ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ എനിക്ക് കൽപ്പന തരുന്നത് കർത്താവാണ്. ഞങ്ങളിപ്പോൾ വടക്കേ ഇന്ത്യയിലായിരിക്കണമോ, അവിടെ നിന്ന് ഞങ്ങൾ ആഫ്രിക്ക കെനിയയിലേക്ക് പോകണമോ, കെനിയയിൽ ഞങ്ങൾ ഏത് സ്ഥലങ്ങളിലേക്ക് കടന്നു പോകണം, അവിടെ നിന്ന് എപ്പോൾ, എല്ലാം യേശു കർത്താവ് നമ്മോട് പറഞ്ഞ് നമ്മെ ഇൻസ്ട്രക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ആത്മീയ യാത്ര എന്നുള്ളതാണ്. നാം ചുറ്റുപാടും നോക്കുമ്പോൾ, പരിസ്ഥിതി നോക്കുമ്പോൾ, ഒരു കാലത്തും ഞങ്ങൾക്ക് ആഫ്രിക്കയിലേക്ക് കടന്നു പോകാൻ സാധ്യമല്ലായിരുന്നു. കാരണം അങ്ങനെയുള്ളതായ പരിസ്ഥിതികളായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. അപ്പോൾ ആ നിലയിൽ നിന്ന് യേശു കർത്താവിന്റെ വാക്ക് കേട്ട് ഈ ഭൂമിയിലെ നല്ല ജോലിയൊക്കെ ഡൽഹിയിലെ ഉപേക്ഷിച്ച് കടന്നു പോകാനുള്ള സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഒരു കാര്യം നാം ഓർക്കുന്നത് എന്താണ്? ഇപ്പോൾ യേശു പറഞ്ഞതുപോലെ അക്കരെ എത്തിക്കും, നിന്റെ മിഷൻ ദൗത്യം മുഴുവൻ പൂർണ്ണമാക്കി അക്കരെ എത്തുമെന്നുള്ളതായ ആ ഒരു വാഗ്ദത്തം യേശു കർത്താവ് നൽകുന്നു ആ വാക്കുകളിൽ കൂടെ. അപ്പോൾ അക്കരയ്ക്ക് പോക എന്ന് പറയുമ്പോൾ അക്കരെ എത്തിച്ചേരുവാനുള്ള കൃപയും ആ കർത്താവ് നമുക്ക് നൽകി തരുമെന്നുള്ളതാണ്. അപ്പോൾ ഞാനും നിങ്ങളും എപ്പോഴും നമ്മുടെ യാത്രയിൽ ഓർക്കുക, ആത്മീയ യാത്രയിൽ ഓർക്കുക, ഞാനൊരു സ്റ്റെപ്പ് എടുക്കുവാൻ കർത്താവ് എന്നോട് പറയുന്നുവെങ്കിൽ യേശുവിനെ സ്വീകരിക്കുക, യേശുവിന്റെ കൽപ്പനകളെ അനുസരിക്കുക, യേശുവിന്റെ പാതയിൽ നടക്കുക, യേശുവിനെ മറ്റുള്ളവർക്ക് സാക്ഷീകരിച്ചു കൊടുക്കുക, നല്ലൊരു ആത്മീയ ജീവിതം നയിച്ച് മറ്റുള്ളവർക്ക് മാതൃകയാകുക, ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവനായിരിക്കുക. അപ്പോൾ നമ്മൾ മുമ്പ് പാട്ടിൽ കേട്ടതുപോലെ ആ ന്യായവിധി ദിവസത്തിൽ ഫലങ്ങൾ കൊയ്തെടുക്കുവാൻ തക്കവണ്ണം കാരണമായി തീരുമാറ് യേശു കർത്താവ് നമ്മെ ഉപദേശിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ സന്ധ്യയില് യേശു കർത്താവ് ആവശ്യപ്പെട്ടതനുസരിച്ച് അവരുടെ പരിതസ്ഥിതികളും അവരുടെ ചുറ്റുപാടുകളും എല്ലാം മാറ്റിവെച്ച് അവർ യാത്ര തിരിക്കുകയായിരുന്നു, അല്ലേ? ആൻഡ് ഹി കമാൻഡഡ് ഗ്യാരണ്ടീസ്. ആ അറൈവൽ, അവിടെ എത്തുമെന്നുള്ളതായ, അവിടെ എത്തിച്ചേരുമെന്നുള്ളതായ ഗ്യാരണ്ടി ഉറപ്പു വരുന്നില്ലെങ്കിൽ യേശു നമ്മോട് പോകുവാൻ പറയത്തില്ല എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് 36 വാക്യത്തിൽ നാം കാണുന്നുണ്ട്. 36, അവൻ പുരുഷാരത്തെ വിട്ടു, താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി മറ്റു ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. ലീവിങ് ദ ക്രൗഡ് ബിഹൈൻഡ്. അപ്പോൾ ചുറ്റുപാടും ഉണ്ടായിരുന്നത് ആ വലിയ പുരുഷാരമാണ് അവിടെ ഉണ്ടായിരുന്നത്. യേശു കർത്താവിന്റെ വാക്കുകൾ കേൾക്കുവാൻ, യേശു കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾ കാണുവാൻ, യേശുവിനെ ഒന്ന് നേരിട്ടൊന്ന് കാണുവാൻ, കാരണം എല്ലാവരും കേട്ടിട്ടുണ്ട്, ഒന്ന് കാണുവാൻ ഒക്കെ വലിയ പുരുഷാരം കടന്നു വന്നിട്ടുണ്ട്. ചിലർ ഓർത്ത് കാണും, ചിലപ്പോൾ 5 അപ്പം 2 മീൻ ചെയ്തതുപോലെ തിന്നുവാൻ കിട്ടും, കുടിക്കുവാൻ കിട്ടും, മറ്റെല്ലാ കാര്യങ്ങൾക്കും രോഗമുണ്ടെങ്കിൽ സൗഖ്യമാകും, പല പല ആശകളിൽ കൂടെ വന്നിരിക്കുന്ന പുരുഷാരങ്ങളാണ്. ഇവിടെ നാം വായിക്കുന്നത്, അവർ പുരുഷാരത്തെ വിട്ടു, താൻ പടകിൽ ഇരുന്ന പാടെ അവൻ കൊണ്ടുപോയി. അപ്പോൾ പുരുഷാരത്തെ വിട്ടു മാറുന്ന ശിഷ്യന്മാരെ നമ്മവിടെ കാണുകയാണ്. ഒരു പക്ഷെങ്കിൽ ഡിസൈപ്പിൾ വുഡ് സർട്ടൻലി പ്രിഫർ, അല്ലെ, ടു ബി വിത്ത് ദ ക്രൗഡ്. ആ ഒരു പുരുഷാരത്തോട് ചേർന്ന്, എന്തോ അപ്പോൾ വലിയ മിനിസ്ട്രിയാണ്, അല്ലെ, വലിയൊരു പുരുഷാരം ചുറ്റുമിരിക്കുന്നു, യേശു കർത്താവും തന്നോട് ചേർന്ന് നിൽക്കുന്ന ആ ശിഷ്യന്മാരും ചേർന്ന് കർത്താവിന് ശുശ്രൂഷ ചെയ്യുകയാണ്, അവരെ പരിപാലിക്കുകയാണ്, അവർക്ക് വചനം നൽകി കൊടുക്കുകയാണ്. അപ്പോൾ ലോകപ്രകാരം നാം നോക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിലായാലും അതൊരു വലിയ മിനിസ്ട്രി ആയിട്ട് കണ്ട് ആ വലിയ പുരുഷാരത്തെ കൂടെ നിർത്തുവാൻ, വലിയൊരു ആൾക്കൂട്ടത്തിന്റെ മധ്യത്തിലായിരിക്കാൻ ഒക്കെ നാം ചിന്തിക്കുമെന്നുള്ളതാണ്. എന്നാൽ ഇവിടെ നാം വായിക്കുന്നത്, അവർ പുരുഷാരത്തെ വിട്ടു. They obeyed by separating from the multitude. യേശു കർത്താവ് ആവശ്യപ്പെട്ടപ്പോൾ അക്കരയ്ക്ക് പോവുക എന്നുള്ള ഒറ്റ വാക്കിൽ അവർ ആ പുരുഷാരത്തെ ഒക്കെ വിട്ട്, ആ വലിയ മിനിസ്ട്രി എന്ന് ഉള്ള ആ ഒരു സംരംഭം വിട്ട് അവർ യേശു കർത്താവിന്റെ വാക്ക് അനുസരിച്ച് പുരുഷാരത്തിൽ നിന്ന് വേർപെട്ട് അവർ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനിടയാകുന്നു.
Growth often requires moving away from distractions to follow Jesus Christ more closely. യേശുവുമായിട്ട് അടുത്ത് പോകുവാൻ, ഏറ്റവും അടുത്ത് നമുക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കാതെ പോകുന്നതായ എല്ലാ കാര്യങ്ങളെയും വിട്ടുമാറുകയാണ് പ്രിയമുള്ളവർ. ആ ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് മാറുകയാണ് നമ്മുടെ ആത്മജീവിതത്തിന് ഏറ്റവും ഫലം എന്നുള്ളത് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ യേശു ക്രിസ്തുവുമായിട്ട് ചേർന്ന് പോകുവാൻ, കാരണം ആ വലിയ പുരുഷാരത്തിന്റെ മധ്യത്തിലുള്ള മിനിസ്ട്രിയേക്കാൾ നല്ലത് ഈ യേശുവുമായിട്ട് അല്പസമയം ഒരുമിച്ചിരുന്ന ഈ പടകിൽ അങ്ങോട്ടൊന്ന് യാത്ര ചെയ്യുന്നതാണ്. ശിഷ്യന്മാരും അത് പരിപാലിച്ചത്, അത് ഏറ്റെടുത്തതെന്നുള്ളതാണ്. അപ്പോൾ യേശു പറഞ്ഞപ്പോൾ അത് സ്വീകരിപ്പാൻ അവർക്ക് മനസ്സായി. പുരുഷാരത്തെ വിട്ടുകളയുവാൻ തക്കവണ്ണം മനസ്സായി. എല്ലാ ലോക കാര്യങ്ങളും വിട്ടിട്ട് അല്പസമയം കർത്താവിനോടുകൂടെ ഒരുമിച്ച് മറ്റു ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വിട്ടുമാറി അവരെ ക്രിസ്തുവിൽ നിന്ന് വേർപിരിക്കുന്ന എല്ലാ ആ ഭൂമിപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിട്ടിട്ട് അവർ കർത്താവിനോട് ചേർന്ന് മുൻപോട്ട് പോകുവാൻ തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. 37-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. There arose a great storm of wind and the waves beat into the ship so that it was now full. അതിന് ആ ചുഴലിക്കാറ്റിന്റെ പേരെന്താണെന്ന് വെച്ചിട്ട്, ഇപ്പോഴത്തെ എല്ലാ ചുഴലിക്കാറ്റിനും ഓരോ പേരുണ്ട് അല്ലേ? എല്ലാവരും ഉടനെ സയന്റിഫിക്കലി ഒരു പേര് അതിനങ്ങ് അലോട്ട് ചെയ്യും. അന്ന് ഈ പേരൊന്നുമില്ല, പക്ഷെങ്കിൽ ഭയങ്കര വലിയ ചുഴലിക്കാറ്റാണ്. ഒരു മനുഷ്യനെ പിടിച്ചു നിൽക്കാൻ വയ്യാത്ത മുക്കുവന്മാരായ ശിഷ്യന്മാരാണ് അതിൽ കൂടുതലും ഉള്ളത്. എന്നിട്ട് പോലും വള്ളം തുഴയുവാനും വള്ളത്തെ ബാലൻസ് ചെയ്യുവാനും എങ്ങനെ വള്ളത്തെ നിയന്ത്രിക്കണം, ഏത് ചുഴലിക്കാറ്റിനെയും അതിജീവിച്ച് പോകുവാനുള്ള എല്ലാ കൃപയും ഉള്ളതായ മുക്കുവന്മാരാണ്, എക്സ്പീരിയൻസ്ഡ് മുക്കുവന്മാരാണ്. ബട്ട് ദേ വർ നോട്ട് ഏബിൾ ടു ഡു. ഇവിടെ നാം വായിക്കുന്നത്, ഡിസൈപ്പിൾസ് entered the boat at Jesus' command, yet faced a storm. കർത്താവിന്റെ കൽപ്പന അനുസരിച്ചാണ് അവർ പോകുന്നത്. എന്നിട്ടും ജീവിതത്തിൽ എന്ത് വന്നു? പരിസ്ഥിതി മാറി അല്ലേ? വലിയ ചുഴലിക്കാറ്റിനെ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഫോളോയിങ് ക്രൈസ്റ്റ് ഡസന്റ് മീൻ അവോയ്ഡിങ് ഡിഫിക്കൽട്ടീസ് അല്ലെ? കർത്താവിനെ പിൻപറ്റുവാൻ തക്കവണ്ണം നമുക്കൊരു ആഹ്വാനം ലഭിക്കുമ്പോൾ കർത്താവിനെ പിൻപറ്റുന്നതിലൂടെ നമ്മുടെ ജീവിതം അങ്ങ് ഈസി ആയിട്ട് മാറുകയല്ല, നിഷ്പ്രയാസം മുൻപോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു മാർഗമായി മാറുന്നില്ല. പ്രയാസം വരാം, സ്റ്റോം വരാം, കൊടുങ്കാറ്റ് വരാം, ജീവിതത്തിൽ പ്രാരാബ്ദങ്ങൾ വരാം, ബുദ്ധിമുട്ടുകൾ വരാം, രോഗം വരാം, കഷ്ടം വരാം. എല്ലാത്തിനെയും അതിജീവിപ്പാൻ എൻ്റെ യേശു എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതായ ആ ഒരു ചിന്തയാണ് പ്രിയ ദൈവജനമേ നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകുവാനുള്ള കൃപ കർത്താവ് നൽകുന്നത് എന്നുള്ളത്. സോ ട്രയൽസ് ഡു ദ ടെസ്റ്റ് whether our trust is in circumstances or in Christ. നമ്മുടെ വിശ്വാസം, നമ്മുടെ ആശ്രയം കർത്താവിലാണോ അതോ പരിതസ്ഥിതികളിലാണോ എന്നുള്ളതായ ഒരു ടെസ്റ്റ് ആണ് ഈ കൊടുങ്കാറ്റ് എന്നുള്ളത് അല്ലേ? ഈ കൊടുങ്കാറ്റ് ജീവിതത്തിൽ. അപ്പോൾ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന എന്തൊരു വിഷയം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായാലും അത് ക്രിസ്തുവിൽ കൂടുതൽ ആശ്രയിപ്പാനുള്ള കാര്യമാണോ അതോ പരിതസ്ഥിതികളെ നോക്കി ഭയപ്പെട്ട്, ഇപ്പോൾ ഒരു രോഗമുണ്ട്, ഒരു ക്യാൻസർ തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന രോഗമാണ്, ലിവറിന് പ്രശ്നം ഉണ്ടായിരിക്കുന്നു, കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടായിരിക്കുന്നു, ഒരു ഇഷ്യൂ പറയുമ്പോൾ നാം ചുറ്റുപാടും നോക്കും, അയ്യോ അങ്ങേ ബെഡിൽ കിടക്കുന്ന കിഡ്നി രോഗി മരിക്കുന്നു അല്ലെ, ഇങ്ങേപ്പുറത്ത് കിടക്കുന്ന ഹാർട്ട് പേഷ്യന്റ് മരിക്കുന്നു. ആ ചിന്തകൾ നാം നോക്കുമ്പോൾ ആ പരിസ്ഥിതികൾ നമ്മളെ കൂടുതൽ ഭ്രമിപ്പിക്കും, നമ്മളെ ഭയപ്പെടുത്തും അല്ലെ. എന്നാൽ കർത്താവിലേക്ക് നോക്കുമ്പോഴോ ഈ സ്റ്റോമിന്റെ മധ്യത്തിലും യേശു എങ്ങനെ കൂടെ ഉണ്ട് എന്നുള്ളതായ ഒരു ചിന്ത ഈ ശിഷ്യന്മാർക്ക് ആദ്യം വന്നിരുന്നെങ്കിൽ അവർ ഭയപ്പെടത്തില്ലായിരുന്നു എന്നുള്ളതാണ്. 36-ാം വാക്യത്തിൽ നാം കാണുന്നത്, നോട്ട് ഓൺലി ദ ഡിസൈപ്പിൾസ് ബോട്ട് ബട്ട് അതേഴ്സ് ഓൾസോ വിറ്റ്നസ് ദ സ്റ്റോം ആൻഡ് ദ കം. ചെറുപടകുകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. യേശു കർത്താവ് ഒരു ബോട്ടിലിരുന്ന് ശിഷ്യന്മാരും ഒത്ത് കടന്നു പോകുമ്പോൾ മറ്റനേകർ ചെറുപടകുകൾ പിടിച്ച് പെട്ടെന്ന് പോവുക, അക്കരെ എത്തി യേശു ചെയ്യുന്നത് എന്താണെന്ന് കാണണം. അപ്പോൾ അവരൊന്നുകൂടെ സിൻസിയർ ഫോളോവേഴ്സാ. മറ്റെല്ലാ പൊതുജനങ്ങളും പടജനങ്ങളും പുരുഷാരവും പുറകിലായിരുന്നപ്പോൾ ചിലരൊക്കെ ചെറുപടകളൊക്കെ പിടിച്ച് അല്പം കൂടെ വിശ്വാസമുള്ളവർ യേശു ചെയ്യുന്ന കാണുവാൻ, യേശുവിനോടൊപ്പം ആയിരിക്കാൻ ഒക്കെ ആഗ്രഹിച്ച് കടന്നു പോകുന്ന ചിലരെ കൂടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ ചെറുപടകുകളും അവിടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് ഉണ്ടായിരിക്കുന്ന സംഭവം ഈ ശിഷ്യന്മാർ അതിനെ അതിജീവിച്ച് പോകുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു, എങ്ങനെയായി, ഇതിനെല്ലാം സാക്ഷികളായിട്ടൊരു സമൂഹം ചുറ്റുമുണ്ടെന്നുള്ളതാണ്. ഈ മറ്റുള്ളവരും അത് കാണുകയാണ്. അപ്പോൾ ആ ചെറുപടകുകൾക്കും അത് കാരണമാണ്. അവർ ഫെയ്ത്ത് ജേണി ഇമ്പാക്ട്സ് അതേഴ്സ്. നമ്മുടെ വിശ്വാസ ജീവിതം, വിശ്വാസ യാത്ര
പ്രിയ ദൈവജനമേ, നാം അത് മറ്റുള്ളവർക്കും അത് എഫക്റ്റ് ആകുമെന്നുള്ളതാണ്. അവരുടെയും ജീവിതത്തിൽ നമ്മുടെ ചുവടുകൾ, നമ്മുടെ ആത്മീയ ചുവടുകൾ, നമ്മുടെ വിശ്വാസ ജീവിതം മറ്റുള്ളവർക്കും അവരുടെ ക്രിസ്തീയ ജീവിതത്തിന് അവരെങ്ങ് മുൻപോട്ട് വരുവാൻ കാരണമായി തീരുമെന്ന് വായിക്കും. ഇറ്റ് ഇമ്പാക്ട്സ് അതേഴ്സ്. ക്രൈസ്റ്റ് അതോറിറ്റി ഈസ് ടെസ്റ്റിമണി ബിയോണ്ട് അവർ സർക്കിൾ. അപ്പോൾ കർത്താവിന്റെ ആ അധികാരം അത് അവിടെ വെളിപ്പെടുവാൻ പോവുകയാണ്. അതൊന്നും അവർ അറിയുന്നില്ല അന്നേരം. പക്ഷേ അവർ നേരിടുവാൻ പോകുന്ന വിഷയം ഒരു ജനം വേറൊരു കൂട്ടരും കാണുന്നുണ്ട് എന്നുള്ളതായിരുന്നു. 38 മുതൽ 39 നാം വായിക്കുന്നത്, ആൻഡ് ഹി വാസ് ഇൻ ദ ഹിൻഡർ പാർട്ട് ഓഫ് ദ ഷിപ്പ് asleep on a pillow, and they awake him and say unto him, Master, care you not that we perish? അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു, സുഖമായിട്ട് ഉറങ്ങുകയാണ് യേശു. വലിയ ബദ്ധപ്പാടിന്റെ ദിവസമായിരുന്നു. കഷ്ടപ്പെട്ട് ഒരുപാട് സംസാരിച്ചു, അത്ഭുതങ്ങൾ ചെയ്തു, നടന്നു ഒത്തിരി. ഇതെല്ലാം കഴിഞ്ഞാണ് ഈ കടലിലേക്ക് വരുന്നത്, ഈ പടയിൽ യാത്ര ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാമല്ലോ, നല്ല കുളിർ കാറ്റ്, തിരമാലകളുടെ കൊച്ചു ഇമ്പസ്വരം, ഇതെല്ലാം കേട്ടിട്ട് ഞാനും നിങ്ങൾ ഉറങ്ങിപ്പോകും, നമ്മളെല്ലാം ഉറങ്ങിപ്പോകും. അപ്പോൾ യേശു കർത്താവും സാധാരണ ഒരു മനുഷ്യനെ പോലെ അല്ലേ നാം വായിക്കുന്നത്. അവിടെ ജീസസ് സ്ലെപ്റ്റ് ഓൺ എ കുഷ്യൻ, 38 ആദ്യം നാം കാണുന്നത് ജീസസ് സ്ലെപ്റ്റ് ഓൺ എ കുഷ്യൻ, നല്ലൊരു തലയണ വെച്ച് സുഖനിദ്രയിൽ കർത്താവ് ആയി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഹി വാസ് ഫുൾ ഗോഡ് ബട്ട് ഫുൾ ഹ്യൂമൻ എക്സെപ്ഷൻ. പാപം ഒഴിച്ച് നമ്മെ പോലെ അവനൊരു പൂർണ്ണ മനുഷ്യനുമായിരുന്നു എന്നുള്ളതാണ്. അവനെ പറ്റി നാം വായിക്കും, ഇവിടെ എന്തോ ഉറങ്ങിപ്പോയി അല്ലേ, കർത്താവ് ഉറക്കം ആവശ്യമായിരുന്നു യേശു. ബട്ട് ആസ് എ ഹ്യൂമൻ എന്തൊക്കെയാ ചെയ്തത്? ഹി ക്രിയേറ്റഡ് എവറിത്തിങ് ആസ് എ ഗോഡ്. ദൈവമായിട്ട് സർവത്തെയും സൃഷ്ടിച്ച ഒരു ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു എന്നുള്ളത്. എന്നാൽ നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 35 ചെല്ലുമ്പോൾ യേശു കണ്ണുനീർ വാർന്നു, യേശു കരഞ്ഞു അല്ലേ. ഒരു മനുഷ്യൻ കരയുന്നത് പോലെ ഒരു ദുഃഖാർത്ഥത്തിലായിരിക്കുന്ന ഒരു കുടുംബത്തെ കണ്ട് മാർത്തയോടും മേരിയോടും ചേർന്ന്, മറിയോടും ചേർന്ന് ലാസറിന്റെ മരണത്തെ ഓർത്ത് അവൻ നാറ്റം വെച്ച് 4-ാം ദിവസമായിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ അവരോടൊപ്പം വിലപിക്കുന്ന, കരയുന്ന ഒരു കർത്താവിനെ നാം കാണുന്നു. യോഹന്നാൻ 11:12 നാം വായിക്കുന്നുണ്ട്, പിറ്റേന്നാൾ അവർ ബേഥാന്യം വിട്ടു പോരുമ്പോൾ അവന് വിശന്നു. അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം അന്നേരം നോക്കി, ഫലമില്ലാത്തത്. അപ്പോൾ യേശുവിന് വിശന്നു, യേശു കരഞ്ഞു, യേശു ഇവിടെ നാം വായിച്ചത് യേശു ഉറങ്ങി അല്ലേ. അപ്പോൾ എല്ലാ വിധത്തിലും എന്നെ പോലെ നിങ്ങളെ പോലെ ഈ ഭൂമിയിൽ പൂർണ്ണ ദൈവമായിരുന്ന യേശു ജീവിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. നമ്മളൊക്കെ ആത്മീയരാണ്. രക്ഷിക്കപ്പെടുന്ന ദിവസം നമ്മെ ദൈവത്തോടുകൂടെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ആത്മീയമായിട്ട് നാം ദൈവത്തോടൊപ്പമാണ്. എന്നിട്ടും നാം യാത്ര ചെയ്യുന്നത് എവിടെയാണ്? ഭൂമിയിലാണ്. ഒരു മനുഷ്യനെ പോലെ യാത്ര ചെയ്യുകയാണ്. നമുക്ക് വിശക്കും, നാം കരയും അല്ലെ. നമുക്ക് പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, രോഗമുണ്ട്, ദുഃഖമുണ്ട്. പാപമൊഴികെ എല്ലാം ചെയ്യുവാൻ എല്ലാത്തിനും നാമും അർഹപ്പെട്ടവരാണെന്നുള്ളതാണ്. അപ്പോൾ പാപം ചെയ്യുവാൻ പാടില്ല, പക്ഷെ ബാക്കി എല്ലാം മനുഷ്യന് വരുന്നതൊക്കെ നമുക്കും വരുവാൻ സാധ്യമാണ് എന്നുള്ളതാണ്. ഇവിടെ നാം കാണുന്നത് ഹിസ് കാംനെസ് കോൺട്രാസ്റ്റ് വിത്ത് ദ ഡിസൈപ്പിൾസ് പാനിക്. യേശു അവിടെ നമ്മൾ വായിക്കുന്നത് എന്തുവാ? സൗമ്യന്, ഒരു പ്രശ്നവുമില്ല അല്ലെ. യേശു സുഖനിദ്രയിലാണ്. കാറ്റടിക്കുന്നു, കൊടുങ്കാറ്റടിക്കുന്നു, കോളിളക്കങ്ങൾ, വള്ളം മറിയുന്നു, വെള്ളം നിറയുന്നു, എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നു പോകുമ്പോഴും യേശു കർത്താവ് ക്വയറ്റായിട്ട് ഉറങ്ങുന്നതായിട്ട് നാം കാണുന്നു. സോ അവന്റെ ആ മൗനം, കാംനെസ്, കോൺട്രാസ്റ്റ് വിത്ത് ദ ഡിസൈപ്പിൾസ് പാനിക്. ശിഷ്യന്മാരുടെ ആ ഭയഭ്രമങ്ങളില് ഒക്കെ നേരെ എതിരാണ് യേശു മൗനമായിട്ടിരിക്കുന്നത് അല്ലെ, ക്വയറ്റായിട്ട്, സൗമ്യനായിട്ട്, കാം ആയിട്ട്. സോ ഹിസ് ഹ്യൂമാനിറ്റി, ഹി വാസ് ടയേർഡ്, സ്ലെപ്റ്റ്, ഹംഗേർഡ്, ക്രൈഡ്, ഇതെല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ ഹിസ് ഡിവിനിറ്റി, ഹി റിമൈൻഡ് സോവറീൻ ഈവൻ വൈൽ റെസ്റ്റ്. വിശ്രമിക്കുന്ന സമയത്തും യേശു ദൈവമാണ് അല്ലെ, ദൈവമാണ്. അവൻ അറിയാതെ ഒന്നും നടക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ലെറ്റ് us trust his presence. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ what we need to do in our spiritual life, let us trust his presence even when he seems silent. യേശു മൗനമായിരിക്കുന്ന സമയത്ത് പോലും, ദൈവം മൗനമായിരിക്കുന്ന സമയത്ത് പോലും നമുക്ക് തന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ സാന്നിധ്യം രുചിച്ചറിയുവാൻ, അനുഭവിച്ചറിയുവാൻ സാധ്യമാകണമെന്നുള്ളതാണ് പ്രത്യേകം ഓർക്കുന്നത്. യേശു കർത്താവ് ക്രൂശിലായിരുന്നപ്പോൾ അല്ലെ കരഞ്ഞു നിലവിളിച്ചു.
പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണമേ. കരഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്, ക്രൂശിൽ കിടന്നുകൊണ്ടല്ലേ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് പറയുമ്പോഴും നമ്മൾ എന്താ അവിടെ കാണുന്നത്? സ്വർഗം മൗനമായിരുന്നു, പിതാവ് മൗനമായിരുന്നു. പിതാവ് ഒന്നും മിണ്ടിയില്ല. അവൻ അതിൽ കൂടെ കടന്നു പോകണമെന്നുള്ള ദൗത്യം അവനെ ഏൽപ്പിച്ചാണ് ദൈവം വിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ലെറ്റ് us trust his presence. ദൈവം അപ്പോഴും യേശുവിനോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. യേശുവിനോട് നാം പറയുമ്പോൾ, പ്രശ്നത്തിൽ കൂടെ പോകുമ്പോൾ, പ്രയാസത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എന്നോടും നിങ്ങളോടും കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവം. അവൻ ഉറങ്ങുകയാണെങ്കിലും മൗനമാണെങ്കിലും ഒന്നും പെട്ടെന്ന് പറഞ്ഞില്ലെങ്കിലും ഒരു സൗഖ്യം പെട്ടെന്ന് തന്നില്ലെങ്കിലും ഒരു പോംവഴി ഉടനെ ഉണ്ടാക്കി തന്നില്ലെങ്കിലും പരിഭ്രമിക്കണ്ട. ഹീസ് വിത്ത് us, അല്ലെ? യേശു നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഓർക്കുവാൻ കഴിയേണ്ടത്. 38 ഭാഗത്ത് നാം വായിക്കുന്നത് 38 തന്നെ, ടീച്ചർ ഡോണ്ട് യു കെയർ, നിനക്ക് ഇതിനെപ്പറ്റി ഒരു ചിന്തയും ഇല്ലയോ? ഞങ്ങൾ മരിക്കാൻ പോകുന്നു, ഞങ്ങളുടെ അസുഖം നിനക്ക് അറിയത്തില്ലേ? ഞങ്ങളുടെ രോഗം അറിയത്തില്ലേ? ഞങ്ങളുടെ പരിതസ്ഥിതി അറിയത്തില്ലേ? ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇന്നത്തെ അവസ്ഥ അറിയത്തില്ലേ? എന്തെല്ലാം പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഞങ്ങൾ നേരിടുന്നു, യേശുവെ നീ അറിയുന്നില്ലേ എന്നുള്ളതായ ചോദ്യമാണ്. ഞങ്ങളുടെ അവസ്ഥ നീ അറിയുന്നില്ലയോ? നിനക്ക് യാതൊരു ചിന്തയും അതിനെപ്പറ്റി ഇല്ലയോ എന്നുള്ളതാണ്. റിവീൽസ് ദർ ഡൗട്ട് ആൻഡ് ഫിയർ, അല്ലെ? അവരുടെ സംശയവും അവരുടെ ഭയവും ഒക്കെ ആ വാക്കുകളിൽ കൂടെ ആ സെനിയതർ ഹ്യൂമൻ, മറ്റേത് മനുഷ്യനെ പോലെ തന്റെ ശിഷ്യന്മാരും ശ്രേഷ്ഠ ശിഷ്യന്മാർ അവർക്കും ആ ഫീലിംഗ് വരുന്നു എന്നുള്ളതാണ്. എന്നുള്ളൊരു കാര്യം നാം ഓർക്കേണ്ടത്, ഇൻ ട്രയൽസ് വി ഓഫൻ ക്വസ്റ്റ്യൻ ഗോഡ്സ് കെയർ. നമ്മുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ദൈവത്തെ ചോദ്യം ചെയ്യുന്നതായിട്ട് കാണുവാനിടയാണ്. എന്തുകൊണ്ട് അത് സംഭവിച്ചു? എന്തുകൊണ്ട് ആ കുഞ്ഞ്, ഇത്ര വയസ്സുള്ള ആ കുഞ്ഞ് മരിച്ചു? അല്ലെ എന്തുകൊണ്ട് ആ വെള്ളപ്പൊക്കം ഇങ്ങനെ വന്നു? അല്ലെ എന്തുകൊണ്ട് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു? എന്തുകൊണ്ട്? നമുക്ക് പല കാര്യങ്ങൾ, ആ എന്തുകൊണ്ട് പല കാര്യങ്ങൾ നമുക്ക് ചോദിക്കുവാൻ കാരണങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പരീക്ഷ വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം സാധാരണ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന പോലെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകും. കർത്താവിന്റെ സാന്നിധ്യത്തെ, കർത്താവിന്റെ ശക്തിയെ നാം പലപ്പോഴും സംശയിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയുണ്ട്. എന്നാൽ ഫെയ്ത്ത് മീൻസ് റിമെമ്പറിങ് ഹിസ് ലവ് ഈവൻ വെൻ അൺസീൻ. അവന്റെ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹം, അത് കണ്ടില്ലെങ്കിലും പെട്ടെന്ന് അനുഭവപ്പെട്ടില്ലെങ്കിലും യേശു എന്നെ സ്നേഹിക്കുന്നു, ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസമാണ് പ്രിയമുള്ളവരെ നമ്മെ മുൻപോട്ട് നയിക്കേണ്ടത്. നാം കടന്നു പോകട്ടെ, സമയം തീരാറായല്ലോ. 39 വാക്യത്തിൽ നാം വായിക്കുന്നു, and he arose and rebuked the wind and said unto the sea, peace, be still. And the wind ceased, and there was a great calm. അവൻ എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്ക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തത ഉണ്ടായി. ആ തക്ക സമയത്ത് ഇടപെടുന്ന കർത്താവ് അവരെ അല്പസമയം ആ പ്രശ്നത്തിൽ കൂടെ കടത്തിവിട്ടു, അല്ലെ? യേശു ഉറങ്ങുന്ന ഭാവത്തിൽ, യേശു എല്ലാം അറിയുന്നുണ്ട്. ഈ കാറ്റിനെ പുള്ളിക്ക്, അദ്ദേഹത്തിന് തടുക്കാമായിരുന്നു, അല്ലെ? ആ കാറ്റ് വരേണ്ട ആവശ്യമില്ലായിരുന്നു. യേശുവിന് നേരത്തെ അതിനെ തടുത്തു കളയാമായിരുന്നു. പക്ഷെ ആ കാറ്റ് വരുവാൻ ദൈവം അനുവദിച്ചു. വള്ളം മുങ്ങുവാൻ തക്കവണ്ണമുള്ളതായ കാര്യത്തിലേക്ക് എത്തിക്കുവാൻ യേശു കാരണമാക്കി തീർത്തു. എന്തിന്? ആ ശിഷ്യന്മാരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ, യേശു അവർക്ക് ധൈര്യം പകർന്നു കൊടുക്കുവാൻ, യേശു കൂടെ ഉള്ളപ്പോൾ ഭയപ്പെടേണ്ട എന്ന് അവരെ ഓർപ്പിക്കുവാൻ, ഏത് സമയത്തും യേശുവിന്റെ സാന്നിധ്യം അവരോടൊപ്പം ഉണ്ട്. കാരണം ഫിസിക്കലായിട്ട് പ്രസന്റ് അല്ലെങ്കിലും യേശു ഇപ്പോൾ അവരുടെ വള്ളത്തിൽ തന്നെ ഉണ്ട്. ഇവൻ നമ്മോടൊപ്പം യേശു വള്ളത്തിൽ ഇല്ല, അല്ലെ നമ്മുടെ ഭവനത്തിൽ ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നെങ്കിലും, ശാരീരികമായിട്ടില്ലെങ്കിലും യേശുവിന്റെ സാന്നിധ്യം എന്നോടും നിങ്ങളോടും കൂടെ ഉണ്ട്. നാം കടന്നു പോകുന്ന കാറില്, നാം വസിക്കുന്ന നമ്മുടെ ഭവനത്തില്, നാം ജോലി ചെയ്യുന്നതായ നമ്മുടെ ഓഫീസില്, നാം പഠിക്കുന്നതായ നമ്മുടെ സ്കൂളില് ഒക്കെ പ്രിയമുള്ളവരെ ദൈവിക സാന്നിധ്യം ഉണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, യേശുവിൽ വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും ഒരു വിധത്തിലും ഭയപ്പെടേണ്ട എന്നുള്ളതായ ഒരു പാഠമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഈ കമാൻഡ്സ്, ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഈ കമാൻഡ്സ് ആസ് വൺ വിത്ത് അതോറിറ്റി, അധികാരത്തോടു കൂടെ അവൻ ശാസിക്കുകയാണ്, അല്ലെ? ഹിസ് വേർഡ് ബ്രിങ്സ് പീസ് വേർ കേവോസ് റെയിൻ. അവിടെ വലിയ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നേരിടുകയാണ്. കൊല്ലിയാൻ മിന്നുന്നു, ഇടിവെട്ടുന്നു, കാറ്റടിക്കുന്നു, തിരമാല പൊങ്ങുന്നു, വള്ളം മറിയുന്നു, വെള്ളത്താൽ നിറയുന്നു,
ശിഷ്യന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയുകയാണ് ആ വള്ളത്തിനകത്ത്. ഒന്ന് ചിന്തിക്കുക, ആ ഭാവന ഒന്ന് ചിന്തിക്കുക, ആ കാറ്റിൽ പെട്ടുപോകുന്ന ഒരു വള്ളത്തെ പറ്റി. ഇതെല്ലാം സംഭവിക്കുകയാണ്. പക്ഷെ യേശുവിന്റെ ഒറ്റ വാക്ക്, അധികാരത്തോടുകൂടെയുള്ള ഒരു വാക്ക്, ഹിസ് വോയിസ് കാംസ് ദ സീസ്, കാംസ് ദ ഹാർട്ട്, അല്ലേ? അവന്റെ ആ വാക്ക്, ആ കൽപ്പന, പ്രിയ ദൈവജനമേ, അത് വലിയ ശാന്തത വരുത്തി, വലിയ ശാന്തതയുണ്ടായി. ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും ജീവിതം മറിഞ്ഞ് ഇളകിക്കൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെ? പ്രശ്നങ്ങളുടെ വേലിയേറ്റമായിരിക്കാം. കുഞ്ഞുങ്ങളെ കൊണ്ട്, ജോലിയെ കൊണ്ട്, അയൽപക്കത്തുകാരെ കൊണ്ട്, കുടുംബാംഗങ്ങളെ കൊണ്ട്, എല്ലാം പ്രശ്നങ്ങൾ, രോഗങ്ങളെ കൊണ്ടൊക്കെ പ്രശ്നങ്ങളെ നേരിടുന്നതായ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ യേശു കർത്താവിന്റെ ഒറ്റ വാക്ക് മതി, അല്ലെ? ശാന്തത വരുവാൻ തക്കവണ്ണം, എന്റെ ഹൃദയത്തെ ശാന്തതപ്പെടുത്തുവാൻ. പൗലോസ് എന്ത് നിലവിളിച്ചു, 3 പ്രാവശ്യം നിലവിളിച്ച് കരഞ്ഞു, യേശുവെ, കഴിയുമെങ്കിൽ ഇതൊന്ന് മാറ്റണം, ഈ രോഗം മാറ്റണം, ഈ ശൂലം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഈ വേദന അതികഠിനമാണ്, സഹിക്കുവാൻ പറ്റുന്നില്ല. യേശു രോഗം മാറ്റിയില്ല. യേശു ഒറ്റ വാക്ക് പറഞ്ഞു, എന്റെ കൃപ മോനെ നിനക്ക് മതി, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. അപ്പോൾ നാം നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങളിൽ നാം കർത്താവിനോട് ചേർന്ന് മുൻപോട്ട് പോകുമ്പോൾ കർത്താവിന്റെ കൽപ്പന, കർത്താവിന്റെ വാക്ക്, കർത്താവിന്റെ സാന്നിധ്യം, അത് നമ്മുടെ ജീവിതത്തിൽ ശാന്തത വരുത്തുവാൻ തക്കവണ്ണം ഇടയാകും എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തുവിന്റെ ഇന്റർവെൻഷൻ ഈസ് ഡിസിസീവ്. ഹി ബ്രിങ്സ് കംപ്ലീറ്റ് പീസ്, നോട്ട് പാർഷ്യൽ. യേശു ഒറ്റ വാക്ക്, അല്ലെ? വിത്ത് എ വേർഡ് ഹി റിബ്യൂക്സ് ദ വിൻഡ് ആൻഡ് കാംസ് ദ സീ. ഒറ്റ വാക്ക് കൊണ്ട് കടലിനെ ശാന്തമാക്കി, കാറ്റിനെ അമർത്തി. ദ വിൻഡ് സ്റ്റോപ്ഡ്, അല്ലെ? വാട്ട് എ ഗ്രേറ്റ് മിറാക്കിൾ ഹാപ്പൻഡ്, അല്ലെ? എന്ത് വലിയ അത്ഭുതമാണ്. ഒറ്റ വാക്ക് അങ്ങോട്ട് പറയുന്നു, വലിയ കോളിളക്കം സൃഷ്ടിച്ച് സുനാമി പോലെ ഇങ്ങോട്ട് വന്ന കാറ്റ് ഒറ്റ നിമിഷം കൊണ്ട് ഫുള്ളായിട്ട് നിശ്ചലമായി ശാന്തപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ട്, അല്ലെ? ക്രിസ്തുവിന്റെ ശക്തി, അല്ലെ? അത് പ്രകൃതിയിലും കവിഞ്ഞതാണ്. പ്രകൃതിയെ പോലും നിയന്ത്രിപ്പാൻ കഴിവുള്ള ഒരു കർത്താവ്. ആ പ്രകൃതിയെ ഉണ്ടാക്കിയതായ യേശു കർത്താവാണല്ലോ. ഹീസ് ലോർഡ് ഓവർ എവരി ഇഷ്യൂസ്. എല്ലാ പ്രതിബന്ധങ്ങളുടെയും പ്രശ്നങ്ങളുടെയും കർത്താവ്, അതിനുപരിയായിട്ട് നമ്മോടൊപ്പം ഡീൽ ചെയ്യുന്ന കർത്താവാണ് എന്നുള്ളതാണ്. നമ്മുടെ അവസാന വാക്യങ്ങളിലേക്ക് നാം കടന്നു വരാം. അതിന്റെ 40-41 നാം വായിക്കുന്നു, ആൻഡ് ഹി സെഡ് അൺടു ദം, വൈ ആർ all of you so fearful? How is it that all of you have no faith? And they feared exceedingly and said one to another, what manner of man is this, that even the wind and the sea obey? പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ? അവർ വളരെ ഭയപ്പെട്ടു, കാറ്റും കടലും കൂടി ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആരെന്ന് തമ്മിൽ പറഞ്ഞു. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ വള്ളം മുങ്ങാൻ ഇവർ കരയുമ്പോൾ, കാറ്റടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ വിലപിക്കുകയാണ്, കരയുകയാണ്. യേശുവെ, നിനക്ക് ചിന്തയില്ലയോ? ഞങ്ങൾ മരിക്കാൻ പോകുന്നു, ഭയങ്കര പ്രശ്നത്തിൽ കൂടി കടന്നു പോവുകയാണ്. അപ്പോൾ യേശു ഇവരെ ഉപദേശിക്കുക, അതൊന്ന് ചിന്തിക്കുക. അപ്പോൾ ഇവരെയൊക്കെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടുക, മറിയാൻ പോവാ, വള്ളം മരിക്കാൻ പോവുകയാണ്. ആ സമയത്ത് യേശു അങ്ങോട്ട് ഉപദേശിക്കാൻ തുടങ്ങുക, ഇങ്ങനെ നിങ്ങൾ അങ്ങ് ഭീരുക്കളായാലോ, ഞാൻ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും? ഒന്നുമില്ല. പക്ഷെ യേശു ഒറ്റ വാക്കിൽ എല്ലാം ശാന്തമാക്കി മാറ്റിയിട്ടാണ് അവരെ ഉപദേശിക്കുന്നത്, അവരെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ല. വൈ ആർ യു സോ അഫ്രൈഡ്? ഡു യു സ്റ്റിൽ ഹാവ് നോ ഫെയ്ത്ത്? ദേ മാർവൽഡ് അറ്റ് ഹിസ് അതോറിറ്റി നമ്മൾ വായിക്കുന്നു. അവരുടെ അധികാരം കണ്ട് അവർ വിസ്മയിച്ചു, അത്ഭുതപ്പെട്ടു. റിയലൈസിങ് ഈസ് മോർ ദാൻ എ ടീച്ചർ. വെറും വാക്കുകൾ പഠിപ്പിക്കുന്ന ഒരു ഉപദേശകനല്ല, എന്നോട് വാക്കുകൾ പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കുന്നവനല്ല. അവന് ശക്തിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ, ദൈവത്തിന്റെ നാമത്തിൽ അവിടുന്ന് ചെയ്ത് കാണിക്കുന്നു. ആ ഒരു വലിയ വിശ്വാസം അവരിൽ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ആ ഭയം, ഫിയർ ഫെയ്ഡ്സ് അവേ വെൻ ഫെയ്ത്ത് ഗ്രോസ്. ആ വിശ്വാസം ക്രിസ്തുവിലുള്ളത് വളർന്നപ്പോൾ അവരുടെ ഭയം പോയി എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് യാത്ര ചെയ്യുകയാണ്. ഇനി ഒരു കാറ്റ് വന്നാൽ അവർക്ക് പേടിയുണ്ടോ? അവർക്ക് പേടി മാറി അവരുടെ, അല്ലേ? അവരുടെ ഭയം മാറി എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റോംസ് ഇൻ ലൈഫ് റിവീൽ വെദർ വി ട്രൂലി ട്രസ്റ്റ് ഹിം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൊടുങ്കാറ്റ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് അവനിൽ നാം വിശ്വസിക്കുന്നുവോ എന്നുള്ളതായ ഒരു പരിശോധനയാണ് എന്നുള്ളതാണ്. ഡിസൈപ്പിൾസ് ഫിയർഡ് ദ സ്റ്റോം, ദെൻ ഫിയർഡ് ദ ലോർഡ്. ആദ്യം ഭയപ്പെട്ടത് കൊടുങ്കാറ്റിനെയാണ്, പക്ഷെങ്കിൽ ഇപ്പോൾ ഭയപ്പെടുന്നത് ആരെയാ? യേശുവിനെയാണ്, അല്ലേ? ദേ ഫിയർഡ്, യേശുവിനെ ഭയപ്പെട്ടു. 41 ആദ്യം നമുക്ക് കാണാം. ട്രൂ റെവറൻസ് ഷിഫ്റ്റ്സ് അവർ ഫിയർ ഫ്രം സർക്കംസ്റ്റാൻസസ് ടു ഗോഡ്സ് മജസ്റ്റി. അപ്പോൾ തൽക്കാല ചുറ്റുപാടിൽ ഉണ്ടായിരുന്നതായ ഭയം,
നമ്മുടെ പ്രശ്നങ്ങൾ, നാം നേരിട്ട പ്രശ്നങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതൊക്കെയാണ് ഇന്ന് വരെ നമുക്ക് ഭയമായിരുന്നത്. എന്നാൽ യേശുവിന്റെ ആ പ്രവൃത്തി കണ്ടു കഴിഞ്ഞപ്പോൾ, യേശുവിന്റെ ഇടപെടൽ കണ്ടു കഴിഞ്ഞപ്പോൾ, യേശുവിന്റെ അധികാരം കണ്ടു കഴിഞ്ഞപ്പോൾ, അവൻ ആരാണ് എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ, അവരുടെ ഭയം ഇപ്പോൾ സമൂഹത്തോടല്ല, അവരുടെ ഭയം ചുറ്റുപാടുകളോടല്ല പ്രിയമുള്ളവരെ. അവരുടെ ഭയം ആരോടായി? യേശുവിന്റെ ദിവ്യത്വത്തിന്റെ മുൻപിൽ, യേശുവിന്റെ മഹത്വത്തിന്റെ മുൻപിൽ അവർ ഭയപ്പെടുകയാണ്. അതാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ യേശു ആരാണെന്ന് നാം തിരിച്ചറിഞ്ഞ് അവിടുത്തെ മഹത്വത്തിന് നാം വിധേയപ്പെടണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ചുറ്റുപാട് നാം എന്താണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്? ദ സ്റ്റോം ബിഹേം എ ക്ലാസ് റൂം ഫോർ ദിസ്, അല്ലെ? ആ ഒരു വലിയ കൊടുങ്കാറ്റ് എന്നുള്ളത് അവർക്കൊരു ക്ലാസ് റൂം ലെസൺ പോലെ അവരുടെ ജീവിതത്തിൽ അനുഭവമായി തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ ഫെയ്ത്ത് ഓൾസോ മേ ബി ടെസ്റ്റഡ് ത്രൂ സ്റ്റോംസ്. കൊടുങ്കാറ്റ് വരാം, പ്രശ്നങ്ങൾ വരാം, പ്രയാസങ്ങൾ വരാം, രോഗം വരാം, ദുഃഖങ്ങൾ വരാം. ഒരു പക്ഷെങ്കിൽ കഴിഞ്ഞ കാല ജീവിതത്തിൽ കർത്താവിനെ അറിയുന്നതിന് മുൻപ് നമുക്ക് വന്നുപോയ പ്രശ്നങ്ങൾ എന്തു തന്നെ ആയാലും, ഞാൻ ആരുടെയും പേര് പറയുന്നത്, നമ്മളെല്ലാം പ്രശ്നങ്ങൾ കടന്നു പോയതാണ്, അല്ലേ? ബ്രദർ സജീവ് തന്റെ വീഡിയോ ഒക്കെ തുറന്ന് ബ്രദർ സജീവ് ഇരിക്കുന്നുണ്ട്. പ്രശ്നത്തിലൂടെ ഒത്തിരി കടന്നു പോയതാണ്. പ്രേമ സഹോദരിയുടെ ഹസ്ബൻഡാണ് ബ്രദർ സജീവ കാണുന്നത്. ബ്രദർ സജീവ് ചെറുപ്പകാലത്ത് 35 വയസ്സുള്ളപ്പോഴാണ് ബുള്ളറ്റ് ആക്സിഡന്റ് ആയിട്ട് മുഴുവൻ കാലും ഒടിഞ്ഞ് കൈയും ഒടിഞ്ഞ് ശക്തിയും പോയി, സ്ട്രോക്കും വന്ന് ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്കാണ്. ഇപ്പോഴും നടക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്, സംസാരിപ്പാൻ സാധ്യമല്ല. എങ്കിലും ഞങ്ങളുടെ സഭയിൽ വരുമ്പോൾ കർത്താവിനെ സ്തുതിക്കും, എക്സോർട്ട് ചെയ്യും, ഉപദേശിക്കും. പറയാൻ വയ്യ, ബുദ്ധിമുട്ടാ. വാക്യം എടുത്ത് കാണിക്കും. ഞാൻ എഴുന്നേറ്റ് ആ വാക്യം വായിച്ചു കൊടുക്കുന്ന മറ്റുള്ളവർ കേൾക്കാൻ തക്കവണ്ണം. ഞാൻ പറഞ്ഞു വന്നത്, പ്രശ്നത്തിൽ കൂടെ പ്രയാസത്തിൽ കടന്നു പോകുമ്പോൾ അതിനെയൊക്കെയും അതിജീവിപ്പാൻ തക്കവണ്ണം ദൈവശക്തി നമ്മുടെ മേലുണ്ട്. യേശു എൻ്റെ ആത്മാവിനെ രക്ഷിച്ചു. അതാണ് നമുക്ക് ഏറ്റവും അറിയേണ്ടത്. ഒരു വരും കാലത്ത് കർത്താവ് വരുമ്പോൾ ആ ന്യായാസനത്തിന് മുൻപിൽ നാം പാട്ടുപാടി കേട്ടതുപോലെ ആ ന്യാസം മുമ്പിൽ നിൽക്കുമ്പോൾ ഈ സജീവ് ബ്രദർ ഇന്ന് കാണുന്നത് പോലെ ആയിരിക്കത്തില്ല. അവിടെ യാതൊരു അംഗഭംഗവുമില്ല, പ്രശ്നങ്ങളില്ല, സംസാരിപ്പാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. വളരെ കൃപയോടുകൂടി കർത്താവിന് ഹല്ലേലൂയ പാടുന്ന, ഉറച്ചു പാടുന്ന ഒരു അവസ്ഥയിലേക്ക് ആ ശരീരം മാറ്റപ്പെടുമെന്നുള്ളതാണ്. എത്ര വലിയ അനുഗ്രഹം ദൈവം നമുക്ക് ക്രിസ്തുവിൽ കൂടെ നൽകി തന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ക്രൈസ്റ്റ് ഹാസ് അതോറിറ്റി ഓവർ ഹിസ് ക്രിയേഷൻ. സൃഷ്ടിയേക്കാൾ ഉപരിയായിട്ട് ആ സൃഷ്ടാവിനെ നാം ഓർക്കേണ്ടതാണ്. കാരണം അവൻ അധികാരമുള്ളവനാണ്. അവർ ഫെയ്ത്ത് നീഡ് ടു ഗ്രോ. നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം, ദിവനംതോറും വളരണം. കർത്താവാണ് എൻ്റെ എല്ലാം. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചവൻ യേശുവാണ്. ഇന്ന് ഞാൻ ആയിരിക്കുന്ന അവസ്ഥ ഇങ്ങനെ ആയിരുന്നല്ല. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച് ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതെ വാഗ്ദത്തത്തിന് അന്യരും പരദേശികളുമായി, ലോകമനുഷ്യരായി, കോപത്തിന്റെ മക്കളായി, ലോകത്തിന്റെ മക്കളായി, പിശാചിന്റെ മക്കളായി ഒക്കെ ജീവിച്ചിരുന്ന നാം. ബട്ട് എ ഗ്രേറ്റ് ചേഞ്ച് കെയിം ഇൻ us, അല്ലേ? കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചപ്പോൾ അവന്റെ അധികാരത്തിന്റെ മുൻപിൽ നമുക്ക് വിധേയപ്പെടുവാൻ തക്കവണ്ണം ഇടയായി എന്നതാണ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇത്ര വലിയ കൃപ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. ആ പടകിൽ യേശു അവരോടൊപ്പം പോയത് കൊണ്ട് ഒരു പ്രശ്നം അവർക്കുണ്ടായില്ല. അത് വലിയൊരു പാഠമായിരുന്നു അവർക്ക്. കാരണം വരും ദിവസങ്ങളിൽ യേശു കർത്താവ് കടന്നു പോകും, താൻ മരിക്കും, ഉയർത്തെഴുന്നേൽക്കും, സ്വർഗത്തിലേക്ക് കടന്നു പോകും. പിന്നെ ഇവർ തനിയെയാണ് ഇവിടെ എന്നുള്ളതാണ്. അവർ തനിയായിരിക്കുന്ന അവസ്ഥയിൽ അവർ എങ്ങനെ കാര്യങ്ങളെ നേരിടണം എന്നുള്ളതാണ്. അപ്പോൾ ഞാനും നിങ്ങളും ഈ ജീവിതത്തിൽ യേശു കർത്താവിന്റെ ശാരീരിക സാന്നിധ്യം നമ്മോടൊപ്പം ഇല്ല എങ്കിലും യേശു ആത്മീയമായി നമ്മോടൊപ്പം ഉണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് അതിനെ തരണം ചെയ്ത് മുൻപോട്ട് പോകുവാനുള്ള കൃപ കർത്താവ് നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് ഇന്നിവിടെ അവസാനിപ്പിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.